ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പാനിലോട്ട് ഒരു കപ്പോളം പാലും ഇനി അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. വായോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാൻ. ഇനി അതിലേക്ക് ഒരു കപ്പോളം നമ്മുടെ സാധാരണ പാൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പശുവും പാലാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം കനത്തിൽ തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലെ വട്ടത്തിൽ ഒന്നും ഭംഗിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ, അതൊന്നും ഒരു വിഷയമല്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ ചേർക്കുകയാണ്, അരിയുന്നൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. എരിവ് പൊതുവെ കുറവാണ് ഞാൻ കൂട്ടുന്നത്, അതുകൊണ്ട് ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർക്കണം. ഒരു 2 ഏലക്ക ചേർക്കുന്നുണ്ട്, ഒരു 2 കഷ്ണം പട്ടയും ഇനി ഒരു 2 കഷ്ണം ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ പാലൊക്കെ നല്ലപോലെ വറ്റി വരണം. ഇതെല്ലാം നന്നായിട്ട് വെന്തും കിട്ടണം. അപ്പോൾ ആ ഒരു പരുവം വരെയും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ദാണ്ടെ ഇത് ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കാം. ഓണാക്കി ഇതൊന്ന് വെന്ത് വരട്ടെ. അത് നന്നായിട്ട് തിളച്ചൊക്കെ വരണം. അപ്പോൾ ഇത് പാലായതിൻ്റെ പേരിൽ തന്നെ അടച്ചു വെച്ചിട്ട് എങ്ങോട്ടും പോയേക്കരുത്. കാര്യം ഇത് പാലൊക്കെ തിളച്ച് പൊന്തി വന്ന് അവിടെ എല്ലാം വൃത്തികേടാവും. അതുകൊണ്ട് കൂടെ തന്നെ നിന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇങ്ങനെ പൊന്തി വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് പൊന്തി വരുമ്പോഴേക്കും ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ദാണ്ടെ ഒന്ന് ആയിട്ടുണ്ട്. ഇതുപോലെയാണൊന്ന് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ വറ്റി എല്ലാം അതിനകത്തോട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇനി ഇത് അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കണ്ട. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതേ പാൻ തന്നെയാണ്, നന്നായിട്ടത് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. കുറച്ച് പാടാണ് വാഷ് ചെയ്യാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലൊക്കെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പീസ്. അപ്പോൾ ആരും പേടിക്കേണ്ട, ബട്ടർ ഇട്ടപ്പോൾ ഒരു ഭൂകമ്പം, ചെറിയൊരു ഭൂകമ്പം നടന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ ആ പാൻ നല്ല ചൂടായി കിടന്നപ്പോഴാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത്. അതാണ് അങ്ങനെ ഒരു ഇത് കണ്ടത്. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അതിലോട്ട് നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന മിക്സും ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഓൾറെഡി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതാണെങ്കിൽ കൂടി ഈ ബട്ടറിലിട്ട് ഇതൊന്ന് മിക്സാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ പൊടികളൊന്നുമില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നീടാണ് നമ്മൾ ബാക്കി വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പിലും താഴെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ നിന്ന് കിടന്നൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നന്നായിട്ട് തിളച്ച് ആ എണ്ണ പോലെ ഇങ്ങനെ മുകളിലിങ്ങനെ തെളിഞ്ഞ് കിട്ടണം കേട്ടോ. ആ ഒരു പരുവം വരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ ഗ്രേവി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒട്ടും തന്നെ മസാലകളുടെ പച്ചക്കുത്തലുകളൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇനി നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യം അതിനനുസരിച്ച് ബാക്കി വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിന് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഈ ഒരു കറി ടേസ്റ്റ്. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ദാണ്ടെ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ കസൂരി മേത്തി ഈ കറിക്ക് ചേർക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനീറാണ് കേട്ടോ. അപ്പോൾ പനീറും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഞാൻ ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി നന്നായിട്ട് മിക്സാക്കി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതിയാവും ഇതൊന്ന് ആയി കിട്ടാൻ. 15 മിനിറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ദാണ്ടെ ഒരു 8-9 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത്രയും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇത്രയും മതിയാവും. പനീറിലൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമിൻ്റെ ഇത് തീരാറായി, ലാസ്റ്റ് കാലിയാവുമായിരുന്നു. അതുകൊണ്ട് വരാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് ഞാൻ ഞെക്കി പിഴിഞ്ഞൊക്കെ ലാസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ സാരമില്ലടോ, ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഇത്. അപ്പം പനീർ ബട്ടർ മസാല ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.